എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. SCR ടെക്സ്റ്റ് ബുക്കിലെ ലോകത്തിൻ്റെ നെറുകയിൽ എന്ന് പറയുന്ന ഒരു അധ്യായമാണ് നമ്മൾ ഇന്നിവിടെ ഒന്ന് പഠിക്കാനായിട്ട് ആരംഭിക്കുന്നത്. നമ്മൾ SCR ടെക്സ്റ്റ് ബുക്കിലെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം എന്ന് ഈ അടുത്ത് നടന്ന പരീക്ഷയിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന ജോഗ്രഫി എന്ന് പറയുന്ന മേഖലയിൽ നമ്മുടെ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒരു അധ്യായമാണ് ലോകത്തിൻ്റെ നെറുകയിൽ എന്ന് പറയുന്ന അധ്യായം. ഇതിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്കൊന്ന് തുടക്കം കുറിക്കാം. ഭൂപ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയെ താഴെ പറയും വിധം തരംതിരിക്കാം എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ഒന്നാമത്തെ കാര്യം. ഏതെല്ലാമാണ് ആ തരംതിരിവെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഉത്തരപർവ്വത മേഖല, ഉത്തരേന്ത്യൻ സമുദ്രം, ഉപദ്വീപീയ പീഠഭൂമി, ഇന്ത്യൻ മരുഭൂമി, തീരസമതലങ്ങളും ദ്വീപുകളും എന്നിങ്ങനെ ഭൂപ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയെ തരംതിരിക്കാമെന്ന കാര്യം ഓർത്തിരിക്കുക. ഭൂപ്രകൃതി സവിശേഷതയുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ രാജ്യത്തെ ഉത്തരപർവ്വത മേഖല എന്നും ഉത്തരേന്ത്യൻ സമുദ്രമെന്നും ഉപദ്വീപീയ പീഠഭൂമിയെന്നും ഇന്ത്യൻ മരുഭൂമിയെന്നും തീരസമതലങ്ങളും ദ്വീപുകളെന്നും തരംതിരിക്കാൻ പറ്റും. കൃത്യമായിട്ട് ഇവിടെ ഒരു മാപ്പിലൂടെ അതിവർ നൽകുന്നുണ്ട്, നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു പോർഷൻ, ഇവിടെ ഈ ഒരു കളർ ചെയ്തിരിക്കുന്ന, ഞാനിപ്പോൾ ഇവിടെ ഡ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു പോർഷൻ നിങ്ങൾ നോക്കുമ്പോൾ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നമ്മുടെ ഒന്നാമത്തെ തരംതിരിവായ ഉത്തരപർവ്വത മേഖല എന്ന് പറയുന്നത്. ഉത്തരപർവ്വത മേഖലയ്ക്ക് സമാന്തരമായിട്ട് ഇവിടെ ഈ കാണുന്ന ഈ ഒരു പോർഷനെയാണ് നമ്മൾ ഉത്തരേന്ത്യൻ സമതലം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഉത്തരമഹാസമതലം എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. ഇനി ഈ പറയുന്ന ധാർ മരുഭൂമി ഉൾപ്പെടുന്ന ഈ ഒരു പോർഷനാണ് എന്തെന്ന് പറയുന്നത്, നമ്മളിപ്പോൾ പരിചയപ്പെട്ട ഇന്ത്യൻ മരുഭൂമി എന്ന് പറയുന്ന ആ ഒരു പ്രദേശം ഉൾപ്പെടുന്നത്. തുടർന്ന് ഇവിടെ നിന്നുള്ള ഈ ഒരു പോർഷൻ ഉൾപ്പെടുന്ന ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നമ്മുടെ ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുന്നത്. ഇനി നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിൻ്റെ സമുദ്രവുമായി ബന്ധിപ്പിച്ച് പറയുകയാണെങ്കിൽ അറബിക്കടൽ വരുന്നുണ്ട്, ബംഗാൾ ഉൾക്കടൽ വരുന്നുണ്ട്. ഈ ബംഗാൾ ഉൾക്കടലിനോട് ചേർന്നിട്ട് കിഴക്കൻ തീരസമുദ്രവും അതേപോലെ അറബിക്കടലിനോട് ചേർന്നിട്ട് പടിഞ്ഞാറൻ തീരസമുദ്രവും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഉത്തരമഹാസമുദ്രം, ഉത്തരപർവ്വത മേഖല, ഉപദ്വീപീയ പീഠഭൂമി, ഇന്ത്യൻ മരുഭൂമി, തീരസമുദ്രങ്ങളും ദ്വീപുകളും എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൽ ആ തീരസമുദ്രങ്ങളാണ് നമ്മളിപ്പോൾ പരിചയപ്പെട്ടത്. ദ്വീപുകൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ആൻഡമാൻ നിക്കോബർ ദ്വീപ് സമൂഹം നമ്മുടെ ബംഗാൾ ഉൾക്കടലിലും, പിന്നെ നമ്മുടെ ലക്ഷദ്വീപ് ദ്വീപ് സമൂഹം നമ്മുടെ അറബിക്കടലിലും. അപ്പോൾ ഇത് കൃത്യമായിട്ട് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ, ഉത്തരപർവ്വത മേഖല എവിടെയാണെന്നും ഉത്തരേന്ത്യൻ സമതലം എന്താണെന്നും ഉപദ്വീപീയ പീഠഭൂമി എവിടെയാണ് വരുന്നതെന്നും ഇന്ത്യൻ മരുഭൂമി, തീരസമുദ്രങ്ങളും ദ്വീപുകളും ഒക്കെ എന്താണെന്നും നമുക്കിവിടുന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. തുടർന്ന് ഈ ഒരു അധ്യായത്തിൽ പറയുന്നത്, ലോകത്തിൻ്റെ മേൽക്കുര എന്നറിയപ്പെടുന്ന പാമീർ പർവ്വതക്കെട്ടിൽ നിന്ന് ഉത്ഭവിച്ച് കിഴക്കൻ പൂർവാചൽ വരെ വ്യാപിക്കുന്ന നിരവധി പർവ്വത നിരകൾ ചേർന്നതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്ക് കിഴക്കൻ അതിരായിട്ടുള്ള ഉത്തരപർവ്വത മേഖല. അപ്പോൾ നമ്മളിവിടെ ഇന്ത്യൻ ഭൂപ്രകൃതിയെ പലതായിട്ട് തരംതിരിച്ചു. അതിൽ ഉത്തരപർവ്വത മേഖലയെക്കുറിച്ചാണ് നമ്മൾ ഇനി അങ്ങോട്ടൊന്ന് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ഉത്തരപർവ്വത മേഖലയുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ നമ്മൾ ഈ വായിച്ച ആ ഒരു ഡെഫിനേഷനിലൂടെയും ഒപ്പം ഈ ഒരു ഭൂപടത്തിൽ നിന്നായിട്ട് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും. നമ്മൾ എന്താണ് ഇവിടെ വായിച്ചത്? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്ക് കിഴക്കൻ അതിരെന്നാണ് നമ്മൾ വായിച്ചത്. നമുക്കറിയാം, ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് പറയുമ്പോൾ ഇത് ഹിമാലയം, അതിൻ്റെ ഈ ഒരു ഭാഗത്തെയാണ് നമ്മൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് പറയുന്നത്. ആ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഇന്ത്യയോട് ചേർന്ന് കിടക്കുന്ന രാജ്യങ്ങളും ഉൾപ്പെടുന്നുണ്ട്. ഈ ഇന്ത്യൻ ഉപഭൂഖണ്ഡം നമ്മൾ നോക്കുമ്പോൾ ഇതിൻ്റെ വടക്ക് കിഴക്ക് ആ ഒരു അതിരായിട്ട് എന്ത് നിലകൊള്ളുന്നുണ്ട്? ഉത്തരപർവ്വത മേഖല നിലകൊള്ളുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതാണ് നമ്മളിപ്പോൾ വായിച്ച ആ ഡെഫിനിഷനിൽ പറഞ്ഞത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്ക് കിഴക്കൻ അതിരാണ് ഏതെന്ന് പറയുന്നത്, ഉത്തരപർവ്വത മേഖല എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞത് എന്താണ്? പാമീർ പർവ്വതക്കെട്ടിൽ നിന്നും ആരംഭിച്ച് കിഴക്ക് പൂർവാചൽ വരെ വ്യാപിക്കുന്ന നിരവധി പർവ്വതനിരകൾ ചേർന്നാണ് ഉത്തരപർവ്വത മേഖല എന്നാണ് പറഞ്ഞത്. അതേപോലെ ലോകത്തിൻ്റെ മേൽക്കുര എന്നറിയപ്പെടുന്നത് പാമീർ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾക്കിനി ഈ ഒരു ഭൂപടത്തിൽ കൃത്യമായിട്ട് ഇവിടെ കറുപ്പ് ഇതിൽ കൊടുത്തിരിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്, പാമീർ എന്ന് പറയുന്നത്. അപ്പോൾ പാമീർ പർവ്വതക്കെട്ടിനെയാണ് ലോകത്തിൻ്റെ മേൽക്കുര എന്ന് വിശേഷിപ്പിക്കുന്നത്. ആ പാമീർ പർവ്വതക്കെട്ടിൽ നിന്ന് ആരംഭിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ പാമീർ പർവ്വതക്കെട്ട്. ആ പാമീർ പർവ്വതക്കെട്ടിൽ നിന്നും ആരംഭിച്ച് കിഴക്ക് പൂർവാചൽ വരെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ പോയിട്ട് ഈ ഒരു പ്രദേശത്താണ് എന്ത്, പൂർവാചൽ എന്ന് പറയുന്നത്. അപ്പോൾ കിഴക്ക് പൂർവാചൽ വരെ, ആ പൂർവാചൽ മലനിരകൾ വരെ വ്യാപിച്ചു കിടക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്,
ഉത്തരപർവ്വത മേഖല എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ പറഞ്ഞ ആ ഒരു പാരഗ്രാഫിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട ഇത്രയും കാര്യങ്ങളാണ്. ഒന്ന്, ലോകത്തിൻ്റെ മേൽക്കുര എന്നറിയപ്പെടുന്നത് പാമീറാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന് വടക്ക് കിഴക്കൻ അതിരി ചോദിച്ച ഉത്തരപർവ്വത മേഖലയാണ്. പാമീർ പർവ്വതക്കെട്ടിൽ നിന്നും ആരംഭിച്ച് കിഴക്ക് പൂർവാതിൽ വരെ വ്യാപിക്കുന്ന നിരവധി പർവ്വതനിരകൾ ചേർന്നതാണ് ഉത്തരപർവ്വത മേഖലകൾ എന്നീ കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇനി നമ്മളിവിടെ നോക്കുന്ന സമയത്ത് ഈ പറയുന്ന പാമീറിനോട് ചേർന്നിട്ട് ചില മലനിരകൾ നമുക്ക് കാണാനായിട്ട് പറ്റും. ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുന്നത് നന്നായിരിക്കും. പാമീർ പർവ്വതക്കെട്ടിൽ നിന്നും ഉത്ഭവിക്കുന്ന മലനിരകളാണ് ഈ പറയുന്ന ഹിന്ദുക്കുഷ്, ടിയാൻ ഷാൻ. അതുപോലെ തന്നെ പാമീർ പർവ്വതക്കെട്ടിൽ നിന്ന് വരുന്നതാണ് കുൻലൂൺ. അപ്പോൾ പാമീർ പർവ്വതക്കെട്ടിൽ നിന്ന് ഉത്ഭവിക്കുന്ന പർവ്വതനിരകളാണ് ഇതെല്ലാം ഹിന്ദുക്കുഷ്, ടിയാൻ ഷാൻ, കുൻലൂൺ എന്നിവ. ഇനി നമ്മൾ ഈ പറയുന്ന കാരക്കോറം, ഈ കാരക്കോറം എന്ത് ചെയ്യും? ഈ ഉത്തരപർവ്വത മേഖലയെ, അതായത് ഹിമാലയത്തെ ഈ പറയുന്ന പാമീർ പർവ്വതക്കെട്ടൊക്കെ ആയിട്ട് ബന്ധിപ്പിക്കാൻ ഏത് സഹായിക്കുന്നു? കാരക്കോറവും സഹായിക്കുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക. ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് ഹിന്ദുക്കുഷ്, ടിയാൻ ഷാൻ, കുൻലൂൺ, കാരക്കോറം തുടങ്ങിയവയ്ക്ക് എന്താണ്? പാമീർ പർവ്വതക്കെട്ടിൽ നിന്നൊക്കെ ഉത്ഭവിക്കുന്ന പർവ്വത നിരകളാണെന്ന കാര്യം ഓർത്തിരിക്കുക. പർവ്വത നിരകളാണെന്ന കാര്യം ഓർത്തിരിക്കുക. കാരക്കോറം എന്ന് പറയുമ്പോൾ നമ്മുടെ കേരള PSC പരീക്ഷയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. കാരക്കോറവുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഈ കാരക്കോറം മലനിരകളിലാണ് നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി. ഈ പറയുന്ന തർക്കരഹിത പ്രദേശമല്ല, മൊത്തം നമ്മൾ നോക്കണ സമയത്ത് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായിട്ടുള്ള മൗണ്ട് K2. ഏതാണ്? മൗണ്ട് K2 സ്ഥിതി ചെയ്യുന്ന എവിടെയാണെന്ന് ചോദിച്ചാൽ ഈ പറയുന്ന കാരക്കോറം മലനിരകളിലാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായിട്ടുള്ള മൗണ്ട് K2, അതിനെ തന്നെയാണ് നമ്മൾ ഗോഡ്വിൻ ഓസ്റ്റിൻ എന്ന് വിളിക്കുന്നത്. ഗോഡ്വിൻ ഓസ്റ്റിൻ എന്ന് വിളിക്കുന്നത്. ഇത് സ്ഥിതി ചെയ്യുന്ന എവിടെയാണെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് നമ്മൾ ഈ പറയുന്ന കാരക്കോറം മലനിരകളിലാണ്. നമുക്കിപ്പോൾ ഈ ഒരു ചിത്രം നോക്കുമ്പോൾ നിങ്ങൾക്ക് കാരക്കോറം മലനിരകളെ കാണാനായിട്ട് സാധിക്കും. അവിടെയാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? മൗണ്ട് K2 സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരമുള്ള രണ്ടാമത്തെ കൊടുമുടിയാണ് നമ്മളിവിടെ പരിചയപ്പെട്ട മൗണ്ട് K2 എന്ന് പറയുന്നത്. ഒന്നാമത്തെ നമുക്ക് എല്ലാവർക്കും അറിയാം, എവറസ്റ്റ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ മൗണ്ട് K2 ആണ് രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി എന്ന് പറയുന്നത്. 8611 മീറ്ററാണ് ഇതിൻ്റെ ഉയരം എന്ന് പറയുന്നത്. നമുക്ക് എവറസ്റ്റിൻ്റെ ഉയരം നമുക്കറിയാം 8848. പുതിയ കണക്ക് പ്രകാരം 86 മീറ്ററാണ്. 86 മീറ്ററാണ്. 8848.86 മീറ്റർ. മറ്റത് 8611 മീറ്റർ എന്ന് പറയുന്നത് മൗണ്ട് K2വിൻ്റെ ഉയരമാണ്. ഇനി മൗണ്ട് K2വിൻ്റെ പ്രാദേശിക നാമങ്ങളൊക്കെ നമ്മൾ പഠിക്കാറുണ്ട്. ദാപ്സാങ്, ലംബാപാഹർ എന്നൊക്കെ അറിയപ്പെടുന്നത് മൗണ്ട് K2 ആണ്. എന്താണ് നമ്മൾ പറഞ്ഞത്? ദാപ്സാങ്, അതേപോലെ തന്നെ ലംബാപാഹർ എന്നൊക്കെ അറിയപ്പെടുന്നത് എന്താണ്? മൗണ്ട് K2 ആണ്. അതുപോലെ നമ്മൾ പഠിച്ചു ഗോഡ്വിൻ ഓസ്റ്റിൻ എന്നറിയപ്പെടുന്നത് മൗണ്ട് K2 ആണ്. അപ്പോൾ മൗണ്ട് K2 സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരപർവ്വത മേഖലയിലെ കാരക്കോറം എന്ന് പറയുന്ന ആ ഒരു പർവ്വതനിരയിലാണ് ഏത് സ്ഥിതി ചെയ്യുന്നത്? മൗണ്ട് K2 സ്ഥിതി ചെയ്യുന്നത്. പിന്നെ നമ്മുടെ റുഡ്യാർഡ് കിപ്ലിങ്ങിൻ്റെ കിം എന്ന് പറയുന്ന പ്രസിദ്ധമായിട്ടുള്ളൊരു നോവലുണ്ട്. റുഡ്യാർഡ് കിപ്ലിങ്ങിൻ്റെ കിം എന്ന പ്രസിദ്ധമായിട്ടുള്ള നോവലിൽ പരാമർശിച്ചിരിക്കുന്ന പർവ്വതനിര ചോദിച്ചാലും കാരക്കോറം പർവ്വതനിരയാണ്. പണ്ട് കാലങ്ങളൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ ചർച്ച ചെയ്തത് എന്താണ്? നമ്മൾ ഈ പറയുന്ന പാമീർ പർവ്വതനിര, ആ പാമീർ പർവ്വതനിരയുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ഹിന്ദുക്കുഷ്, ടിയാൻ ഷാൻ, കുൻലൂൺ, കാരക്കോറം തുടങ്ങിയ പർവ്വതനിരകളെ നമ്മളിന്ന് പരിചയപ്പെടുകയാണ് ചെയ്തത്. ഇനി എന്താണ് SCR ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത് നമുക്കൊന്ന് പരിശോധിക്കാം. നോക്കുക, ഉത്തരപർവ്വത മേഖലയുമായി ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ സവിശേഷതകളാണ് നമ്മൾ ഇനി പരിചയപ്പെടുന്നത്. താരതമ്യേന പ്രായം കുറഞ്ഞതും ഉയരമേറിയതുമാണ് ഈ പർവ്വതനിരകൾ. അപ്പോൾ ഉത്തരപർവ്വത മേഖലയുടെ ഒരു സവിശേഷത നമ്മൾ പരിചയപ്പെട്ടു. താരതമ്യേന പ്രായം കുറഞ്ഞതാണ് ഉത്തരപർവ്വത മേഖല, ഉയരമേറിയതാണ് ഉത്തരപർവ്വത മേഖല. അടുത്തവിടെ കൊടുത്തിരിക്കുന്നത് ശിലാവാലികൾക്ക് വലനം സംഭവിച്ച് രൂപപ്പെട്ട മടക്കു പർവ്വതങ്ങളാണിവ. ശിലാവാലികൾക്ക് വലനം സംഭവിച്ച് രൂപപ്പെട്ട മടക്ക് പർവ്വതങ്ങളാണ് ഈ പറയുന്ന ഉത്തരപർവ്വത മേഖല എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് മടക്ക് പർവ്വതങ്ങൾ എന്ന് പറഞ്ഞിട്ട് കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഭൂവൽക്കത്തിലെ ശിലാവാളികൾ സമ്മർദ്ദബലത്താൽ മടങ്ങി മടക്ക് പർവ്വതങ്ങൾ രൂപപ്പെടാറുണ്ട്. വലനം എന്ന ഈ പ്രക്രിയയിലൂടെയാണ് മടക്ക് പർവ്വതങ്ങൾ രൂപപ്പെടുന്നത്. ഹിമാലയം, ആൽപ്സ് തുടങ്ങിയ പർവ്വതനിരകൾ എന്താണ്? ഇത്തരത്തിൽ രൂപപ്പെട്ടതാണ്. അപ്പോൾ മടക്ക് പർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ് ഏതെന്ന് പറയുന്നത് ഹിമാലയം, അതുപോലെ തന്നെ ആൽപ്സ് തുടങ്ങിയ പർവ്വതങ്ങൾ എന്ന കാര്യം ഓർത്തിരിക്കുക. ഈ പറഞ്ഞ പോയിന്റുകളെല്ലാം തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ പലതവണ വന്നിട്ടുള്ളതാണ്. ഇവിടെ നമ്മളത് ഓർത്തിരിക്കണം. മടക്ക് പർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ് ഇത് ഹിമാലയം, അതേപോലെ തന്നെ ആൽപ്സ് തുടങ്ങിയ പർവ്വതങ്ങൾ. അതുപോലെ തന്നെ എങ്ങനെയാണ് മടക്ക് പർവ്വതങ്ങൾ ഫോം ചെയ്യുന്നത് കൃത്യമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. ഭൂവൽക്കത്തിലെ ശിലാവാളികൾ സമ്മർദ്ദബലത്താൽ മടങ്ങി മടക്കു പർവ്വതങ്ങൾ രൂപപ്പെടാറുണ്ട്.
വലനം എന്ന ഈ പ്രക്രിയയിലൂടെയാണ് മടക്ക് പർവ്വതങ്ങൾ രൂപപ്പെടുന്നത്. ഹിമാലയം, ആൽപ്സ് തുടങ്ങിയ പർവ്വതനിരകൾ ഇത്തരത്തിൽ എന്താണ് രൂപപ്പെട്ടതാണെന്ന് കൃത്യമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. ഇനി പടിഞ്ഞാറ് സിന്ധു നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെ ഏകദേശം 2400 കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഉത്തരപർവ്വത മേഖലയ്ക്ക് 150 മുതൽ 400 കിലോമീറ്റർ വരെ വീതിയുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമ്മൾ ആ പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം. നമ്മുടെ ഉത്തരപർവ്വത മേഖലയിലേക്ക് നമുക്ക് ഈ ഒരു ഭാഗത്തൂടെയാണ് സിന്ധു നദി ഒഴുകുന്നത്. ഈ അരുണാചൽ പ്രദേശിന് ഈ ഒരു ഭാഗത്തൂടെ നമ്മുടെ ബ്രഹ്മപുത്ര നദിയും ഒഴുകുന്നു. ഇതിൻ്റെ രണ്ടിന് ഇടയിലൂടെയാണ് ഇപ്പോൾ നിലകൊള്ളുന്നത്, നമ്മുടെ ഉത്തരപർവ്വത മേഖല നിലകൊള്ളുന്നത്. 2400 കിലോമീറ്ററാണ് അതിൻ്റെ നീളം എന്ന് പറയുന്നത്. നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു ഭാഗത്ത് വീതി കൂടുതലാണ്. ഈ ഒരു പ്രദേശത്തേക്ക് എത്തുന്തോറും എന്ത് ചെയ്യും, വീതി കുറഞ്ഞു വരുന്നതായിട്ടും കാണാം. അതോട് പറഞ്ഞ് 400 കിലോമീറ്റർ മുതൽ 150 കിലോമീറ്റർ വരെ എന്താണ് ഇതിൻ്റെ വീതി എന്ത് ചെയ്യുന്നുണ്ട്, വ്യാപിച്ചു കിടക്കുന്ന കാര്യം. ശരാശരി വീതി എന്ന് പറയുന്നത് അത്രയാണെന്ന കാര്യം ഓർത്തിരിക്കുക. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട പോയിന്റ്. അപ്പോൾ ഉത്തരപർവ്വത മേഖല നദിയുടെ ബേസിൽ പറയുമ്പോൾ പടിഞ്ഞാറ് ഭാഗത്ത് സിന്ധു നദി, അതേപോലെ തന്നെ നമ്മുടെ കിഴക്കൻ അതിരിലായിട്ട് ഏത് വരുന്നുണ്ട്, നമ്മുടെ ബ്രഹ്മപുത്ര നദി വരുന്നുണ്ടെന്ന് ആരും ഓർത്തിരിക്കുക. അതാണ് നമ്മൾ ആ പറഞ്ഞ പോയിന്റിൽ നിന്ന് മനസ്സിലാക്കി എടുക്കേണ്ടത്. ഇനി നമുക്ക് വരാം. ഇനി പറയുന്നത് എന്താണ്, ഉയരമേറിയ കൊടുമുടികളും ഹിമാനികളും താഴ്വരകളും നിറഞ്ഞ സവിശേഷമായ ഭൂപ്രദേശമാണ്. ഭൂപ്രകൃതി സവിശേഷതയുടെ അടിസ്ഥാനത്തിൽ ഉത്തരപർവ്വത മേഖലയെ മൂന്നായി തിരിക്കാം. അപ്പോൾ ഈ പറയുന്ന ഉത്തരപർവ്വത മേഖലയിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ ഉയരമേറിയ കൊടുമുടികൾ നമുക്ക് കാണാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു, മൗണ്ട് കേറ്റു, അതുപോലെ എവറസ്റ്റ്, ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഹിമാനികൾ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ നമ്മുടെ താഴ്വരകളും നിറഞ്ഞ സവിശേഷമായിട്ടുള്ള ഒരു ഭൂപ്രദേശമാണ് ഇതെന്ന് പറയുന്നത് ഉത്തരപർവ്വത മേഖല എന്ന് പറയുന്നത്. നമ്മുടെ സിയാച്ചിൻ, ഹിമാനിയൊക്കെ ഇതിലാണ് ഉൾപ്പെടുന്നത്. ഇനി നമുക്ക് ഓർത്തിരിക്കേണ്ടത്, ഈ ഉത്തരപർവ്വത മേഖലയെ വീണ്ടും ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ്. ഉത്തരപർവ്വത മേഖലയെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. അതെന്തൊക്കെയാണെന്നാണ് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത്. ട്രാൻസ് ഹിമാലയം, കിഴക്കൻ കുന്നുകൾ എന്നിങ്ങനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ട്രാൻസ് ഹിമാലയം, കിഴക്കൻ കുന്നുകൾ എന്നിങ്ങനെ എന്തിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നു, ഉത്തരപർവ്വത മേഖലയെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതിന് മുമ്പായിട്ട് ഇവിടെ ചെറിയൊരു പോയിന്റ് പറയുന്നുണ്ട്, അതും കൂടി ഒന്ന് നമുക്ക് പരിചയപ്പെടാം. സമുദ്രനിരപ്പിൽ നിന്ന് ശരാശരി 900 മീറ്ററിന് മുകളിൽ ഉയരമുള്ള ഭൂരൂപങ്ങൾ പൊതുവെ പർവ്വതങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം എന്താണ് പർവ്വതങ്ങൾ എന്നതിൻ്റെ ചെറിയൊരു ഡെഫിനേഷൻ കൊടുത്തിരിക്കുന്നു. സമുദ്രനിരപ്പിൽ നിന്നും ശരാശരി 900 മീറ്ററിന് ഉയരമുള്ള 900 മീറ്ററിന് മുകളിൽ ഉയരമുള്ള ഭൂരൂപങ്ങൾ പൊതുവെ പർവ്വതങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ സമുദ്രനിരപ്പിൽ നിന്ന് 900 മീറ്റർ ശരാശരി ഉയരമുള്ള, അതിൽ കൂടുതൽ ഉയരമുള്ളതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പർവ്വതങ്ങൾ എന്ന് പറയുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി നമ്മൾ തിരിച്ചു വരുന്നു. നമ്മുടെ ഉത്തരപർവ്വത മേഖലയെ മൂന്നായിട്ട് തരംതിരിക്കുന്നു. ട്രാൻസ് ഹിമാലയം, കിഴക്കൻ കുന്നുകൾ എന്നിങ്ങനെ മൂന്നായിട്ട് തരംതിരിക്കുന്നു. കൃത്യമായിട്ട് ഈ ഒരു മാപ്പിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് കൊടുത്തിട്ടുണ്ട്. നോക്കുക, ഇവിടെ നമ്മൾ ഈ ഒരു മാപ്പ് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ഇവിടെ നമുക്ക് ട്രാൻസ് ഹിമാലയത്തെ ഒരു ചുമന്ന ഇതിൽ ഒരു കാപ്പി കളർ രൂപത്തിൽ അവരെന്ത് ചെയ്തിട്ടുണ്ട്, രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ നോക്കുമ്പോൾ ഇവിടെ കാണാം 1, 2, 3 മലനിരകളെ നമുക്കവിടെ കാണാനായിട്ട് പറ്റും. 3 മലനിരകളെ നമുക്ക് കാണാം. അതിൽ ഏറ്റവും വടക്കായിട്ട് നമുക്ക് കാണാൻ പറ്റും കാരക്കോറം. തുടർന്ന് അതിന് തെക്കു ഭാഗത്തായിട്ട് ലഡാക്ക്, അതിന് തെക്കു ഭാഗത്തായിട്ട് സസ്കർ നമുക്ക് കാണാൻ പറ്റും. ഒന്ന് കാരക്കോറം, പിന്നെ ലഡാക്ക്, പിന്നെ സസ്കർ. ഈ ഓർഡറിൽ തന്നെ പഠിച്ചു വെക്കുക. ഉത്തരപർവ്വത മേഖലയുടെ ഏറ്റവും വടക്കു ഭാഗത്തായിട്ട് കാരക്കോറം, തുടർന്ന് വരുന്നത് ലഡാക്ക്, തുടർന്ന് വരുന്നത് സസ്കർ. അപ്പോൾ ഓർത്തിരിക്കുക, ഉത്തരപർവ്വത മേഖലയുടെ ഒന്നാമത്തെ തരംതിരിവാണ് ട്രാൻസ് ഹിമാലയം എന്ന് പറയുന്നത്. ആ ട്രാൻസ് ഹിമാലയത്തിനുള്ളിൽ വരുന്ന മലനിരകളാണ് കാരക്കോറം, ലഡാക്ക്, സസ്കർ എന്നിവ. ഇനി അടുത്ത തരംതിരിവ് എന്ന് പറയുന്നത് ഹിമാലയമാണ്. നമുക്കിവിടെ ഒരു ബ്ലൂ കളറിൽ നമുക്കിവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് 3 നിരകളായിട്ടാണ് ഹിമാലയം കാണപ്പെടുന്നത് നമുക്കറിയാം. ഒന്ന് ഹിമാദ്രി, അതിൻ്റെ തെക്കായിട്ട് ഹിമാദ്രിച്ചൽ, അതിൻ്റെ തെക്കായിട്ട് ഏത് വരും, നമ്മുടെ സിവാലിക്കും വരും. അപ്പോൾ അടുത്ത് നമ്മൾ പഠിച്ചു ഈ പറയുന്ന ഹിമാലയത്തെ നമ്മൾ 3 മലനിരകളായിട്ട് തരംതിരിക്കാം. അതിലൊന്ന് ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. അപ്പോൾ ഹിമാലയത്തെ 3ആയി തിരിക്കും, ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. ഇനി അടുത്ത് നമ്മൾ നോക്കുമ്പോൾ ഈ പറയുന്ന കിഴക്കൻ കുന്നുകളാണ്. ഈ ഒരു അരുണാചൽ പ്രദേശിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് കാണാനായിട്ടും ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ കാണാൻ പറ്റും കിഴക്കൻ കുന്നുകൾ. അവിടെ പച്ച നിറത്തിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കാം അവിടെ എന്തെല്ലാമാണ് ഉൾപ്പെടുന്നതെന്ന്. കിഴക്കൻ കുന്നുകളിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്ന ഒരു പേരാണ് പട്കായി ബും എന്ന് പറയുന്നത്. അപ്പോൾ പട്കായി ബും എന്ന് പറയുന്ന ആ കുന്നുകൾ ഉൾപ്പെടുന്നത് നമ്മുടെ ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചാൽ നാഗാലാൻഡിലാണ്, ഓർത്തിരിക്കുക. അതേപോലെ തന്നെ നമ്മൾ വരുമ്പോൾ ഒന്ന് ഈ പറയുന്ന നാഗാ കുന്നുകൾ വരുന്നുണ്ട്. അത് കിഴക്കൻ കുന്നുകളിൽ ഉൾപ്പെടുന്നതാണ്. നാഗാ കുന്നുകൾ നാഗാലാൻഡിലാണ് വരുന്നത്. പിന്നെ നമ്മളിവിടെ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും മിസോ കുന്നുകൾ വരുന്നുണ്ട്. മിസോറാമിലായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും.
ഇനി നമ്മൾ മേഘാലയ എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് ഗാരോ കാണാൻ പറ്റും, ഗാസി കാണാൻ പറ്റും, അതുപോലെ തന്നെ ജയന്തിയും കാണാൻ പറ്റും. ഗാരോ, ഗാസി, ജയന്തി എന്നീ പറയുന്ന കുന്നുകൾ ഉൾപ്പെടുന്നത് കിഴക്കൻ കുന്നുകളിലാണ്. അപ്പോൾ നമ്മൾ 3 കാറ്റഗറിയാണ്. അതിലൊന്ന് ട്രാൻസ് ഹിമാലയം, മറ്റൊന്ന് ഹിമാലയം, മറ്റൊന്ന് കിഴക്കൻ കുന്നുകൾ. എന്തിനാണ് ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്നത്? പഠിച്ചു കഴിഞ്ഞു ഉത്തരപർവ്വത മേഖലയെയാണ്. ഉത്തരപർവ്വത മേഖലയെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. അതാണ് നമ്മളിവിടെ പരിചയപ്പെട്ട ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ കുന്നുകൾ. ട്രാൻസ് ഹിമാലയത്തിന് കീഴിൽ വരുന്ന ഏതൊക്കെയാണ്? കാരക്കോറം വരുന്നുണ്ട്, പിന്നെ ലഡാക്ക് വരുന്നുണ്ട്, പിന്നെ വരുന്നത് സസ്കർ ആണ്. ഹിമാലയത്തിലേക്ക് വരുമ്പോൾ ഹിമാദ്രി, അതുപോലെ തന്നെ തൊട്ട് താഴെയായിട്ട് വരുന്ന ഹിമാചൽ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഏറ്റവും പുറമെയായിട്ട് സിവാലിക്കാണ് വരുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി കിഴക്കൻ കുന്നുകളിലേക്ക് വരുമ്പോൾ നാഗാ കുന്നുകൾ വരുന്നുണ്ട്, അതുപോലെ പത്കായിബും എന്ന് പറയുന്നത് നാഗാലാൻഡിലാണ്. അതുപോലെ മേഘാലയയിലെ ഗാരോ, ഗാസി, ജയന്തിയ എന്നീ കുന്നുകൾ വരുന്നുണ്ട്. ഇത് കൂടാതെ നമ്മുടെ മിസോറാമിലെ മിസോ കുന്നുകളും ഉൾപ്പെടുന്നു. ഇതാണ് നമ്മളിവിടെ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നോക്കുക, ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. ഇതിൽ ഏറ്റവും വടക്ക് കാണപ്പെടുന്ന ട്രാൻസ് ഹിമാലയം ടിബറ്റൻ ഹിമാലയം എന്നറിയപ്പെടുന്നു. കൃത്യമായിട്ട് നമ്മൾ ആ ഭൂപടം നോക്കുമ്പോൾ ഏറ്റവും വടക്ക് ഭാഗത്ത് ഈ ഒരു പോർഷനിലാണ് നമ്മുടെ ട്രാൻസ് ഹിമാലയം കാണപ്പെടുന്നത്. അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ടിബറ്റൻ ഹിമാലയം എന്നും വിളിക്കപ്പെടുന്നു. എന്ത് പേരിൽ വിളിക്കുന്നു? ടിബറ്റൻ ഹിമാലയം എന്നും വിളിക്കപ്പെടുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി പറയുന്ന പോയിന്റിലേക്ക് വരാം. ശരാശരി 3000 മീറ്റർ ഉയരമുള്ള ട്രാൻസ് ഹിമാലയത്തിന് ഏകദേശം 40 കിലോമീറ്റർ വീതിയും 965 കിലോമീറ്റർ നീളവുമുണ്ട്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റിലേക്ക് വന്നു. ട്രാൻസ് ഹിമാലയത്തിന്റെ ശരാശരി ഉയരം ചോദിച്ചാൽ 3000 മീറ്റർ ആണ്. ശരാശരി വീതി ചോദിച്ചാൽ 40 കിലോമീറ്റർ ആണ്. അതേപോലെ തന്നെ 965 കിലോമീറ്റർ ആണ് അതിന്റെ നീളം എന്ന് പറയുന്നത്. നമ്മൾ തൊട്ട് മുമ്പ് 2400 കിലോമീറ്റർ നമ്മൾ പഠിച്ചിരുന്നു. അതുപോലെ 400 to 150 കിലോമീറ്റർ വീതിയും പഠിച്ചിരുന്നു. മാറിപ്പോയത് നമ്മൾ പറഞ്ഞത് ഉത്തരപർവ്വത മേഖലയെക്കുറിച്ചാണ്. ഉത്തരപർവ്വത മേഖലയെക്കുറിച്ചാണ് അവിടെ നമ്മൾ ചർച്ച ചെയ്തത്. ഉത്തരപർവ്വത മേഖലയിലേക്ക് വരുമ്പോൾ അതിൻ്റെ നീളം എന്ന് പറയുന്നത് 2400 കിലോമീറ്റർ. അതേപോലെ തന്നെ അതിൻ്റെ വീതി എന്ന് പറയുന്നത് 150 മുതൽ 400 കിലോമീറ്റർ വരെയാണ്. അതിനുള്ളിൽ വരുന്ന ട്രാൻസ് ഹിമാലയത്തിലേക്കാണ് നമ്മൾ വന്നത്. ട്രാൻസ് ഹിമാലയം എന്നതിലേക്ക് വരുമ്പോൾ അവിടെ ശരാശരി അതിൻ്റെ ഉയരം എന്ന് പറയുന്നത് 3000 മീറ്ററാണ്. 3000 മീറ്ററാണ്. അതേപോലെ അതിൻ്റെ നീളം എന്ന് പറയുന്നത് 40 കിലോമീറ്ററോളം വരും. ഇനി 40 കിലോമീറ്റർ വീതിയാണ്. 40 കിലോമീറ്റർ വീതിയാണ്. 965 കിലോമീറ്റർ നീളവുമുണ്ട് എന്ന കാര്യം ഓർത്തിരിക്കുക. ഈ പോയിന്റുകൾ ഓർത്തിരിക്കുക. 3000 മീറ്റർ അതിൻ്റെ ഉയരം പറയുന്നുണ്ട്. അതുപോലെ തന്നെ 40 കിലോമീറ്റർ അതിൻ്റെ വീതി പറയുന്നുണ്ട്. പിന്നെ പറയുന്നത് 965 കിലോമീറ്ററാണ് അതിൻ്റെ നീളം പറയുന്നത് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഈ പറയുന്ന എല്ലാ പോയിന്റുകളും ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കണം. ചിലപ്പോൾ പരീക്ഷയ്ക്ക് വേണമെങ്കിൽ പല സ്റ്റേറ്റ്മെന്റ് രൂപത്തിലും ചോദിക്കാം. ഇനി കാരക്കോറം നിറ ഹിമാലയ പർവ്വതത്തെ പാമീർ പർവ്വതക്കെട്ടുമായിട്ട് ബന്ധിപ്പിക്കും. നമ്മളിപ്പോൾ ഓൾറെഡി പഠിച്ചതാണ്. നമ്മൾ ആ ഭൂപടത്തിൽ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു പോയ കാര്യമാണ്. നമ്മളിവിടെ പരിചയപ്പെട്ട ഭൂപടത്തിൽ നോക്കുമ്പോൾ ഇതാണ് പാമീർ വരുന്നത്. പാമീർ ഇതിങ്ങോട്ട് കാരക്കോറം. ഇത് എന്തുമായിട്ട് ബന്ധിപ്പിക്കുന്നു? ഈ പാമീർ പർവ്വതനിരയെ ഹിമാലയവുമായിട്ട് ബന്ധിപ്പിക്കുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക. ഏത്? കാരക്കോറം പർവ്വതനിര. അപ്പോൾ കാരക്കോറം ഏതിൽ ഉൾപ്പെടുന്നതാണ്? ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്നതാണ്. അതിൻ്റെ വടക്ക് ഭാഗത്ത് ഉൾപ്പെടുന്നതാണ് കാരക്കോറം എന്ന് പറയുന്നത്. തുടർന്ന് എന്താണ് പറയുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. നോക്കുക, ട്രാൻസ് ഹിമാലയത്തിന് തെക്കായിട്ട് കിഴക്കോട്ട് വ്യാപിക്കുന്ന 3 സമാന്തര പർവ്വതനിരകൾ കണ്ടില്ലേ? ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് എന്നിവയാണ് ഈ സമാന്തര പർവ്വതനിരകൾ. ഇവ 3ഉം ചേർന്നാണ് എന്ത്? ഹിമാലയം. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഹിമാലയ നിരകളിൽ ഏറ്റവും തെക്കേയുള്ളത് ഗംഗാ സമതലത്തിന് അതിരായിട്ട് നിലകൊള്ളുന്നതുമായിട്ടുള്ള സിവാലിക് നിരയ്ക്ക് ഏകദേശം 60 മുതൽ 150 കിലോമീറ്റർ വരെ വീതിയുണ്ട്. ഹിമാലയത്തിൻ്റെ ഏറ്റവും പുറമേയുള്ള ഭാഗമായതിനാൽ ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഔട്ടർ ഹിമാലയ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞിരുന്നു ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. ഇത് ഹിമാദ്രി, ഇത് ഹിമാചൽ, ഇത് സിവാലിക്. അപ്പോൾ ഇവിടെ നമ്മൾ ഏറ്റവും വടക്കായിട്ട് ഹിമാദ്രി വരും, അതിൻ്റെ തെക്കായിട്ട് ഹിമാചൽ വരും, അതിൻ്റെ തെക്കായിട്ട് സിവാലിക് വരും. അതാണ് ഏറ്റവും പുറമേ കാണപ്പെടുന്നത്. അപ്പോൾ ഇവിടെ ഹിമാലയ നിരകളിൽ ഏറ്റവും തെക്കേറ്റത്തുള്ള ഗംഗാ സമതലത്തിന് അതിരായിട്ട് ഇതിന് ശേഷം വരുന്നതാണ് എന്ത്? ഗംഗാ സമതലം അല്ലേ? ഹിമാലയം നമ്മളിപ്പോൾ ഹിമാലയം വരയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ ഈ ഒരു പോർഷനിലായിട്ടാണ് എന്ത് വരുന്നത്? ഗംഗാ സമതലം വരുന്നത്. അപ്പോൾ ഇവിടെയാണ് എന്ത് വരുന്നത്? ഹിമാചൽ വരുന്നത്. ഗംഗാ സമതലത്തിന് അടുത്തായിട്ട് അതിരായിട്ട് ഏത് വരുന്നു? ഹിമാചൽ വരുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക. അതിൻ്റെ ശരാശരി വീതി 60 മുതൽ 150 കിലോമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനാണ് എന്തെന്ന് വിളിക്കുന്നത്? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഔട്ടർ ഹിമാലയ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഔട്ടർ ഹിമാലയ എന്നറിയപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് നമ്മുടെ ഹിമാചൽ ആണ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. സിവാലിക് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. എന്താണ്? സിവാലിക് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. എന്താണ്? സിവാലിക് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി സിവാലിക്കിന് വടക്കായിട്ടാണ് ഇത് കാണപ്പെടുന്നത്? ഹിമാചൽ കാണപ്പെടുന്നത്. സിവാലിക്കിന് വടക്കായിട്ടാണ് ഹിമാചൽ കാണപ്പെടുന്നത്. അത് 3500 മുതൽ 4500 മീറ്റർ ആണ്
സമുദ്രനിരപ്പിൽ നിന്നുള്ള അതിൻ്റെ ശരാശരി ഉയരം എന്ന് പറയുന്നത്. അതേപോലെ ഹിമാചൽ ലെസ്സർ ഹിമാലയ എന്നറിയപ്പെടുന്നു. ലെസ്സർ ഹിമാലയ എന്നറിയപ്പെടുന്നത് ഹിമാചലാണ്. ഔട്ടർ ഹിമാലയ എന്നറിയപ്പെടുന്നത് സിവാലിക്കാണ്. ഇനി ഇതിൻ്റെ വീതി പറയുന്നത് 60 മുതൽ 80 കിലോമീറ്റർ വരെയാണ് ഇതിൻ്റെ വീതി എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് ഗ്രേറ്റർ ഹിമാലയ, അത് നമ്മളിപ്പോൾ പറഞ്ഞു എന്താണ്, സിവാലിക്ക് പറഞ്ഞു, പിന്നെ ഹിമാചൽ പറഞ്ഞു, അതിൻ്റെ വടക്കായിട്ടാണ് ഏത് വരുന്നത്, ഹിമാദ്രി വരുന്നതെന്ന കാര്യം ഓർത്തിരിക്കുക. ആ ഹിമാദ്രീനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഗ്രേറ്റർ ഹിമാലയ അല്ലെങ്കിൽ ഇന്നർ ഹിമാലയ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഹിമാദ്രി സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 6100 മീറ്ററിന് മുകളിൽ വരുമുള്ള പർവ്വതനിരയാണ് അവിടെ കാണപ്പെടുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എവറസ്റ്റ് ഒക്കെ ഉൾപ്പെടുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഹിമാദ്രിയിലാണ് ഉൾപ്പെടുന്നതെന്ന് കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തത് ഏകദേശം 25 കിലോമീറ്ററാണ് ഇതിൻ്റെ വീതി. മഞ്ഞ് മൂടപ്പെട്ട പർവ്വതങ്ങളാണിവ. ലോകത്തിലെ ഉയരമേറിയ കൊടുമുടികളും കാണപ്പെടുന്നത് ഈ നിരയിലാണ്. ഉദാഹരണമായിട്ട് നമ്മുടെ എവറസ്റ്റ് ഒക്കെ നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ ഹിമാലയത്തിൻ്റെ 3 തരംതിരിവാണ്, ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്ക്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞു പോയത്. പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കൽ കൂടി ഒന്ന് വായിക്കാം. ഹിമാലയ നിരകളിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ളതും ഗംഗാസമതലത്തിന് അതിരായി നിലകൊള്ളുന്നതുമായ സിവാലിക്ക് ഏകദേശം 60 മുതൽ 150 കിലോമീറ്റർ വരെ വീതിയുണ്ട്. ഹിമാലയത്തിൻ്റെ ഏറ്റവും പുറമെയുള്ള ഭാഗമായതിനാൽ ഈ നിരയെ ഔട്ടർ ഹിമാലയം എന്ന് വിളിക്കുന്നു എന്ന കാര്യം ഓർക്കുക. അപ്പോൾ നമ്മൾ ഒരിക്കൽ കൂടി പറയാം, ഇതാണ് നമ്മുടെ ഹിമാലയമെങ്കിൽ അതിൻ്റെ ഏറ്റവും പുറമെ ഗംഗാസമതലത്തോട് ചേർന്ന് കിടക്കുന്ന ഭാഗം ഏതാണ്, ഹിമാചലാണോ, ഹിമാദ്രിയാണോ, സിവാലിക്കാണോ? ഓർത്തിരിക്കുക, സിവാലിക്കാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തത്, സിവാലിക്കിന് വടക്കായി സമുദ്രനിരപ്പിൽ നിന്നും 3500 മുതൽ 4500 മീറ്റർ വരെ ശരാശരി ഉയരമുള്ള പർവ്വതനിരയാണ് ഹിമാചൽ. ലെസ്സർ ഹിമാലയം എന്നറിയപ്പെടുന്ന ഈ നിരയ്ക്ക് ഏകദേശം 60 മുതൽ 80 കിലോമീറ്റർ വരെ വീതിയുണ്ട് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ സിവാലിക്കിന് വടക്കായിട്ടാണ് ഏത് കാണപ്പെടുന്നത്, ഹിമാചൽ കാണപ്പെടുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. അതിനെയാണ് നമ്മൾ ലെസ്സർ ഹിമാലയ, നമ്മൾ ഹിമാചൽ എന്ന് എഴുതുമ്പോൾ അവസാനം എല്ലിലാണ് അവസാനിക്കുന്നത്, അത് വെച്ചിട്ടൊന്ന് പിടിക്കണം. ലെസ്സർ ഹിമാലയ എന്നറിയപ്പെടുന്നത് ഹിമാചലാണ്. ഇല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ സിവാലിക്കിലേക്കൊക്കെ പോയിട്ട് ഒരു കൺഫ്യൂഷൻ വരാം. അത് ഒഴിവാക്കാൻ വേണ്ടി ഹിമാചൽ എന്ന് എഴുതുമ്പോഴാണ് അവസാനം എല്ലിൽ അവസാനിക്കുന്നത്. നമ്മുടെ ഹിമാദ്രി ആണെങ്കിലോ സിവാലിക്കാണെങ്കിലോ ഒന്നും എല്ലിൽ അവസാനിക്കില്ല, എല്ലിൽ അവസാനിക്കുന്ന ഹിമാചലിലാണ്. അപ്പോൾ എല്ല് വെച്ചിട്ട് ലെസ്സർ ഹിമാലയ എന്നൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി അടുത്ത നോക്ക്, ഗ്രേറ്റർ ഹിമാലയം, ഇന്നർ ഹിമാലയം എന്നീ പേരുകളിൽ കൂടി അറിയപ്പെടുന്ന ഹിമാദ്രി സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 6100 മീറ്ററിന് മുകളിൽ ഉയരമുള്ള പർവ്വതനിരയാണ്. ഏകദേശം 25 കിലോമീറ്ററാണ് ഇതിൻ്റെ വീതി. മഞ്ഞു മൂടപ്പെട്ട പർവ്വതനിരകളാണിവ. ലോകത്തിലെ ഉയരമേറിയ മിക്ക കൊടുമുടികളും കാണപ്പെടുന്നത് ഈ നിരയിലാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ഏറ്റവും വടക്കായിട്ടാണ് ഇവിടെ എന്ത് കാണപ്പെടുന്നത്, ഹിമാദ്രി കാണപ്പെടുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇപ്പോൾ ഇവിടെ ഹിമാലയവുമായി ബന്ധപ്പെട്ട 3 നിരകളുമായി ബന്ധപ്പെട്ട് SCRT ഇപ്പോൾ പറഞ്ഞു പോയിരിക്കുന്ന പോയിന്റുകൾ നമുക്ക് കിട്ടി. ഇവിടെ ഒരു ചോദ്യം ചോദിക്കുകയാണ്, ലോകത്തിലെ ഉയരമേറിയ പർവ്വതനിരകളിൽ ഒന്നായ ഹിമാലയം ഇന്നും വളർന്നുകൊണ്ടിരിക്കുകയാണെന്ന് നിങ്ങൾക്കറിയാമോ? എന്തുകൊണ്ടായിരിക്കും? അപ്പോൾ ഇന്നും ഈ പറയുന്ന ഹിമാലയം എന്ത് ചെയ്യുന്നുണ്ട്, വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനുള്ള കാരണമാണ് നമ്മളിനി അങ്ങോട്ടൊന്ന് പറയാനായിട്ട് പോകുന്നത്. അതിന് മുമ്പായിട്ട് ഇവിടെ ചെറിയ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ശിലാമണ്ഡല ഫലകങ്ങൾ എന്ന് പറയുന്ന ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്. ടെക്ടോണിക് പ്ലേറ്റ്സ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നു, മലയാളത്തിൽ ശിലാമണ്ഡല ഫലകങ്ങൾ എന്ന് പറയുന്നു. നമ്മൾ ഭൂമിയുടെ ഘടന എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ അവിടെ നമ്മൾ പഠിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഇവിടെ വരുന്നുണ്ട്. നോക്കുക, ഭൂവൽക്കവും മാൻഡിലിൻ്റെ മുകൾ ഭാഗവും ചേർന്നതാണ് ശിലാമണ്ഡലം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു ടേം പരിചയപ്പെടുകയാണ്, ശിലാമണ്ഡലം. ഭൂമിയുടെ ഉള്ളറ എന്ന് പറയുന്നതിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു എന്ന് നമുക്കറിയാം. അതിൽ ഏറ്റവും പുറമേ വരുന്നതാണ് ഭൂവൽക്കം, അതിൻ്റെ താഴെയായിട്ട് വരുന്നതാണ് മാൻഡില്, അതിൻ്റെ ഉള്ളിലായിട്ട് വരുന്നതാണ് കാമ്പ് എന്ന് നമുക്കറിയാം. നമ്മൾ ഭൂമിക്ക് എന്നൊരു കോഡ് ഉപയോഗിച്ചിട്ടുണ്ട്. ഭൂവൽക്കം, മാൻഡില്, കാമ്പ് നമ്മൾ ക്രമത്തിൽ പഠിച്ചു വെക്കും. ഇതിൽ ഈ പറയുന്ന ഭൂവൽക്കം മൊത്തത്തിലും അതുപോലെ തന്നെ ഈ മാൻഡിലിൻ്റെ മുകൾ ഭാഗം ഇതും ചേരുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ശിലാമണ്ഡലം എന്ന് പറയുന്നത്. ഭൂവൽക്കവും മാൻഡിലിൻ്റെ മുകൾ ഭാഗവും ചേർന്നതാണ് ശിലാമണ്ഡലം എന്ന് പറയുന്നത്. ശിലാമണ്ഡലം ചെറുതും വലുതുമായ കഷ്ണങ്ങളായാണ് നിലകൊള്ളുന്നത്. നമുക്ക് ഈ ഒരു ചിത്രം നോക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും, ഓരോരോ കഷ്ണങ്ങളായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ശിലാമണ്ഡലം നിലകൊള്ളുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. അനേകായിരം കിലോമീറ്റർ വിസ്തൃതിയും ഏകദേശം 100 കിലോമീറ്റർ വരെ കനവുമുള്ള ഈ ശിലാമണ്ഡല ഭാഗങ്ങളാണ് ശിലാമണ്ഡല ഫലകങ്ങൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇനി അങ്ങോട്ട് ടെക്ടോണിക് പ്ലേറ്റ്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ശിലാമണ്ഡല ഫലകങ്ങൾ എന്ന് പറയുന്ന ഒരു ടേം നമ്മൾ പരിചയപ്പെടുമ്പോൾ എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നതെന്ന് ഇവിടുന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കണം എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ പറഞ്ഞു ശിലാമണ്ഡലം എന്താണ്, ചെറുതും വലുതുമായ കഷ്ണങ്ങളായിട്ടാണ് നിലകൊള്ളുന്നത്. ഇപ്പോൾ നമ്മളൊരു മുട്ടത്തോട് എടുത്തു കഴിഞ്ഞാൽ ആ മുട്ടത്തോടിലേക്ക് ജസ്റ്റ് ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, പല പല കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ ടക്കടകടകടന്നായി കിടക്കണ കാണാൻ പറ്റില്ലേ. അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു രീതി നമ്മളൊന്ന് മനസ്സിലൊന്ന് സങ്കല്പിച്ചാൽ മതി. അപ്പോൾ ഇവിടെ നോക്കുക,
അനേകായിരം കിലോമീറ്റർ വിസ്തൃതിയും ഏകദേശം 100 കിലോമീറ്റർ വരെ കനവുമുള്ള ശിലാമണ്ഡല ഭാഗങ്ങളായിട്ടാണ് ശിലാമണ്ഡല ഫലകങ്ങൾ എന്ന് വിളിക്കുന്ന ഇവ നിലകൊള്ളുന്നത്. ഇനി ഈ വൻകര ഭാഗം ഉൾക്കൊള്ളുന്നതോ കടൽ ഭാഗം ഉൾക്കൊള്ളുന്നതോ വൻകരയും കടൽ ഭാഗം ഉൾക്കൊള്ളുന്നതോ ആകാമെന്നാണ് പറയുന്നത്. നമ്മൾ ഈ പറയുന്ന ഭൂവൽക്കത്തെ സമുദ്ര ഭൂവൽക്കമെന്നും വൻകര ഭൂവൽക്കമെന്നും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നത് നമ്മൾ പഠിക്കാറുണ്ട്. അപ്പോൾ ഈ പറയുന്ന നമ്മളിവിടെ പരിചയപ്പെട്ട ഈ ഒരു ഭാഗമുണ്ടല്ലോ, ശിലാമണ്ഡല ഫലകമുണ്ടല്ലോ, ചിലപ്പോൾ അത് വൻകര മാത്രം ഉൾപ്പെടുന്നതായിരിക്കും, ചിലപ്പോൾ അത് ഈ പറയുന്ന സമുദ്രഭാഗം മാത്രം ഉൾപ്പെടുന്നതായിരിക്കും, ചിലപ്പോൾ ഇത് രണ്ടും കൂടെ ചേരുന്നതായിരിക്കും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതുമായി ബന്ധപ്പെടുത്തിയിട്ട് വേണം നമ്മൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് എത്താൻ. ലോകത്തിലെ ഉയരമേറിയ പർവ്വതനിരകളായ ഹിമാലയം ഇന്നും എന്ത് ചെയ്യാണ്, വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള കാരണമാണ് നമ്മളിനി പരിചയപ്പെടാനായിട്ട് പോകുന്നത്. ഭൗമശിലാ പാളികളുടെ ചലനം ആണ് ഇതിനു കാരണമെന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് നമ്മളിപ്പോൾ പരിചയപ്പെട്ടു, എന്താണ് ആ ഭൗമശിലാ പാളി എന്ന് നമ്മൾ പറഞ്ഞു. ഈ പറയുന്ന നമ്മളിപ്പോൾ പരിചയപ്പെട്ട ആ പാളികൾ എന്ത് ചെയ്യുന്നുണ്ട്, ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് എന്തിന് കാരണമാകുന്നത്, ഈ പറയുന്ന ഹിമാലയം ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കാൻ കാരണമെന്ന് പറയുന്നത്. വൻകരയും സമുദ്രഭാഗവും ചേർന്ന ശിലാപാളികളാണ് ടെക്ടോണിക് ഫലകങ്ങൾ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഓൾറെഡി പഠിച്ചതാണ്. ശിലാമണ്ഡലത്തിന് താഴെ ഉയർന്ന താപത്താൽ ശിലകൾ ഉരുകി അർദ്ധദ്രാവാവസ്ഥയിൽ നിലകൊള്ളുന്ന ഭാഗമാണ് അസ്തനോസ്ഫിയർ എന്ന് പറയുന്നത്. അസ്തനോസ്ഫിയറിന് മുകളിലൂടെ ടെക്ടോണിക് ഫലകങ്ങൾ സാവധാനം ചലിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി ഭൂമിയുടെ ഈ പറയുന്ന ഘടന എന്ന് പറയുന്ന ആ മേഖല നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിക്കുന്ന ഒരു ടേമാണ് അസ്തനോസ്ഫിയർ എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി ഇപ്പോൾ പറഞ്ഞു ശിലാമണ്ഡലം എന്താണെന്ന് നമ്മൾ പറഞ്ഞു. നമ്മുടെ ഈ പറയുന്ന ഭൂവൽക്കം, ഇത്രയും ഭൂവൽക്കാന്ന് വിചാരിക്കുക. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഇത് മാൻഡിലിൻ്റെ ഏറ്റവും ടോപ്പ് പോർഷനാണെന്ന് വിചാരിക്കുക. ഇത് രണ്ടും കൂടെ ചേരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ശിലാമണ്ഡലം എന്ന് പറയും, അല്ലെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിൽ ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത്. എന്തെന്ന് പറയുന്നത്, ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത്. ഈ ലിത്തോസ്ഫിയർ അല്ലെങ്കിൽ ശിലാമണ്ഡലത്തിന് തൊട്ട് താഴെയായിട്ട് മാൻഡിലിൻ്റെ പോർഷനായിട്ട് കുറച്ച് അർദ്ധദ്രാവകാവസ്ഥയിൽ ഉള്ള ഒരു ഭാഗമുണ്ട്, അർദ്ധദ്രവാവസ്ഥയിലുള്ള ഭാഗമുണ്ട്. ആ ഭാഗത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അസ്തനോസ്ഫിയർ എന്ന് പറയുന്നത്. നമ്മൾ പഠിക്കാറുണ്ട് ഈ നമ്മുടെ അഗ്നിപർവ്വത സ്ഫോടനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ മാഗ്മ എവിടെ കാണപ്പെടും, അസ്തനോസ്ഫിയർ കാണപ്പെടും. ഇതാണ് എന്ത് പുറത്തോട്ട് വരുമ്പോൾ ലാവ എന്ന് നമ്മൾ പഠിക്കുന്നത് അല്ലെ. ഇവിടെയാണ് എന്ത് കാണപ്പെടുന്നത്, ഈ മാഗ്മ കാണപ്പെടുന്നത്. അത് പുറത്തേക്ക് വരുമ്പോഴാണ് നമ്മൾ ലാവ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ അർദ്ധദ്രവാവസ്ഥയിലുള്ള ഇതിൻ്റെ മുകളിൽ കൂടെ ഈ പറയുന്ന ശിലാമണ്ഡല ഫലകം എന്ത് ചെയ്യുകയാണ്, ചലിച്ചുകൊണ്ടിരിക്കുകയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇവ എന്താണ്, പല പല കഷ്ണങ്ങളായിട്ടാണുള്ളതെന്നും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഒരിക്കൽ കൂടി ഒന്ന് വായിക്കാം. ഭൗമശിലാപാളികളുടെ ചലനം ആണ് ഇതിനു കാരണം. വൻകരയും സമുദ്രഭാഗവും ചേർന്ന ശിലാപാളികളാണ് ടെക്ടോണിക് ഫലകങ്ങൾ. ശിലാമണ്ഡലത്തിന് താഴെ ഉയർന്ന താപത്താൽ ശിലകൾ ഉരുകി അർദ്ധദ്രാവാവസ്ഥയിൽ നിലകൊള്ളുന്ന ഭാഗമാണ് അസ്തനോസ്ഫിയർ. അസ്തനോസ്ഫിയറിന് മുകളിലൂടെ ടെക്ടോണിക് ഫലങ്ങൾ എന്താണ്, സാവധാനം ചലിച്ചുകൊണ്ട് ഇരിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞത്. ഇനി അടുത്തതിലേക്ക് വരാം. ഫലക ചലനം മൂലം അതിരുകളിൽ പർവ്വത രൂപീകരണം പോലുള്ള ഭൗമ പ്രവർത്തനങ്ങൾ സജീവമാണ്. നമ്മൾ പറഞ്ഞിരുന്നു ആ ഫലകങ്ങൾ എന്താണ്, ഓരോരോ കഷ്ണങ്ങളായിട്ട് എന്ത് ചെയ്യാണ്, കിടക്കുകയാണ് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതിന് ഓരോരോ അതിരുകൾ ഉണ്ടായിരിക്കുമല്ലോ, ഇതിങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ചലനം മൂലം എന്താണ്, ഫലക അതിരുകളിൽ എന്താണ്, പർവ്വത രൂപീകരണം പോലുള്ള ഭൗമ പ്രവർത്തനങ്ങൾ സജീവമാണ്. ഇനി 3 തരത്തിലുള്ള ഫലക അതിരുകളാണ് ഉള്ളത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന. ഒന്ന് സംയോജക സീമ, മറ്റൊന്ന് വിയോജക സീമ, മറ്റൊന്ന് ഛേദക സീമ. ഓർത്തിരിക്കുക, ഫലക അതിരുകൾ 3 തരം: സംയോജക സീമ, വിയോജക സീമ, ഛേദക സീമ. സംയോജക സീമ, വിയോജക സീമ, ഛേദക സീമ എന്ന കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇവിടെ നൽകിയിരിക്കുന്നു സംയോജക സീമ. ഇപ്പോൾ നമ്മൾ 2 ഫലകങ്ങൾ നമ്മളിവിടെ എടുക്കുന്നു. ഈ 2 ഫലങ്ങളും അടുത്തോട്ട് വരികയാണ്. അപ്പോൾ ഫലകങ്ങൾ തമ്മിൽ അടുക്കുന്ന അതിരിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സംയോജക സീമ എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ നമ്മുടെ ഈ ഒരു ഫലകത്തിന് എന്താണ്, ഇതിൻ്റെ അടിയിലോട്ട് പോകുന്നത്. ചിലപ്പോൾ സാന്ദ്രത കുറഞ്ഞിട്ടുള്ള ചില ഫലങ്ങളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഉള്ളിലോട്ട് ചിലപ്പോൾ പോകും. ആ ഒരു രീതിയിൽ ഇപ്പോൾ ഇതൊരു ഫലകമാണ്. ഇനി ഇവിടെ നിന്ന് ഒരു ഫലം ഇങ്ങനെ വരികയാണെങ്കിൽ ഇത് നേരെ അതിൻ്റെ അടിയിലോട്ട് പോകും. ഇത് നമ്മൾ എന്തെന്ന് പറയും, വലനം സംഭവിക്കാന്ന് പറയും. ഇതാണ് നമ്മൾ ഈ പറയുന്ന മടക്ക് പർവ്വതങ്ങളൊക്കെ രൂപം കൊള്ളാനായിട്ടുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത്. തൊട്ട് താഴെ നമുക്ക് ആ ചിത്രത്തിലൂടെ നമുക്ക് കാണാനായിട്ട് പറ്റും. അതിലേക്ക് വരാം. അതിന് മുമ്പായിട്ട് നമ്മൾ പറഞ്ഞ സംയോജക സീമ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഓർത്തിരിക്കുക. ഫലകങ്ങൾ തമ്മിൽ സംയോജിക്കുക, അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. അടുക്കുന്ന അതിരിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം, സീമ, അതിര്. അപ്പോൾ അവിടെ അടുക്കുന്ന അതിരെയാണ് നമ്മൾ എന്തെന്ന് പറയാം, സംയോജക സീമ എന്ന് പറയാം. ഇനി അടുത്തത് വിയോജക സീമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഫലകങ്ങൾ തമ്മിൽ വിയോജിക്കുക, അകലുക. അപ്പോൾ ഉണ്ടാകുന്ന അതിരിനെയാണ് നമ്മൾ വിയോജക സീമ. അപ്പോൾ ഇത് ഇങ്ങോട്ട് പോകുന്നു, ഇത് ഇങ്ങോട്ട് പോകുന്നു. ഇനി നോക്കുക, ഛേദക സീമ എന്ന് പറയുമ്പോൾ എന്താണ്, ഛേദിച്ചു പോവാണ്, ഇങ്ങനെ ഉരസി പോവാണ്. ഒന്ന് ഇങ്ങോട്ട് വരുന്നു, ഒന്ന് അപ്പുറത്തേക്ക് പോകുമ്പോൾ ഉരസി അങ്ങ് പോവുക. അവിടെ ഉണ്ടാകുന്ന അതിരിനെയാണ് നമ്മൾ ഛേദക സീമ എന്ന് പറയുക. ഫലങ്ങൾ
തിരശ്ചീനമായിട്ട് ഉരസുന്ന അതിരുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഛേദക സീമ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ 3 അതിരുകൾ നമ്മൾ പഠിച്ചു. സംയോജക സീമ, വിയോജക സീമ, ഛേദക സീമ എന്നിങ്ങനെ 3 അതിരുകൾ നമ്മൾ പഠിച്ചു. നോക്കുക, ഫലജലം മൂലം ഫലക അതിരുകൾ പർവ്വത രൂപീകരണം പോലുള്ള ഭൗമപ്രവർത്തനങ്ങൾ സജീവമാണ്. 3 തരം ഫലക അതിരുകളാണുള്ളത്: സംയോജക സീമ, വിയോജക സീമ, ഛേദക സീമ. എന്താണെന്ന് പഠിച്ചു. സംയോജക സീമ എന്ന് പറഞ്ഞാൽ ഫലങ്ങൾ തമ്മിൽ അടുക്കുന്നതിന്. അടുത്ത വിയോജക സീമ എന്ന് പറഞ്ഞാൽ ഫലങ്ങൾ തമ്മിൽ അകലുന്നതിന്. ഇനി ഛേദക സീമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫലങ്ങൾ തിരശ്ചീനമായി ഉരസുന്ന അതിരുകളെയാണ് ഛേദക സീമ എന്ന് പറയുന്നത്. ഇനി നോക്കാം അടുത്ത എന്താണ് പറയുന്നത് നോക്കാം. സംയോജക സീമകളിൽ ശിലാമണ്ഡല ഫലകങ്ങളുടെ സമ്മർദ്ദ ഫലമായി ശിലാപാലികൾക്ക് വലനം സംഭവിക്കാറുണ്ട്. ഇതുമൂലം രൂപപ്പെടുന്ന പർവ്വതനിരകളാണ് എന്ത്, മടക്ക് പർവ്വതങ്ങൾ എന്ന് പറയും. അപ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് നമുക്ക് പറ്റും. ഇവിടെ നമ്മുടെ ഇന്ത്യൻ ഫലകമുണ്ട്, അതുപോലെ തന്നെ യൂറേഷ്യൻ ഫലവും നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഇതിൻ്റെ നടുവിലൂടെ, അതായത് ഈ ഇന്ത്യൻ ഫലകത്തിൻ്റെയും യൂറേഷ്യൻ ഫലകത്തിൻ്റെയും ഇടയിലൂടെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു സമുദ്രം ഒഴുകിക്കൊണ്ടിരുന്നു. ആ സമുദ്രമാണ് ഇത് ടെതീസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ടെതീസ് എന്ന പേരിൽ അറിയപ്പെടും. അപ്പോൾ ഇങ്ങനെ ഈ ചലനത്തിൻ്റെ ഒക്കെ ഫലമായിട്ട് ഇതിങ്ങനെ വന്ന് അടിഞ്ഞടിഞ്ഞ് അടുത്തടുത്ത് എന്താണ് അവസാനം ഈ ടെതീസ്, ഇത് രണ്ടും കൂടി, ഈ 2 ഫലങ്ങളുണ്ടല്ലോ, ഇന്ത്യൻ ഫലവും യൂറേഷ്യൻ ഫലവും ഇങ്ങനെ കൂട്ടിമുട്ടിയപ്പോൾ സമ്മർദ്ദ ഫലമായിട്ട് ഈ ടെഡീസിൻ്റെ അടിത്തട്ട് ഉയർന്നു വന്ന് രൂപം കൊണ്ടതാണ് ഇതെന്ന് പറയുന്നത് നമ്മുടെ ഹിമാലയം എന്ന് പറയുന്നത്, ഹിമാലയ ഭാഗം എന്ന് പറയുന്നത്. അതങ്ങനെയാണ് എന്ത് രൂപം കൊണ്ടിരിക്കുന്നത്, ഹിമാലയ ഭാഗം രൂപം കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴും ഈ 2 ഫലങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ചലിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കാലഘട്ടം എന്താണ് മെല്ലെ മെല്ലെ എന്ത് ചെയ്യുന്നുണ്ട്, ഹിമാലയത്തിൻ്റെ ഉയരം എന്ത് ചെയ്യുന്നുണ്ട്, കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. വളരെ പതുക്കെയായിരിക്കും കൂടുക, വർഷങ്ങളെടുത്തായിരിക്കും ചിലപ്പോൾ കുറച്ചൊക്കെ ഇങ്ങനെ കൂടിക്കൂടി വരുന്നത്. അതാണ് ഇപ്പോൾ അന്ന് ഹിമാലയം അളന്നപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ എവറസ്റ്റ് അളന്നപ്പോൾ ഇത്ര ഉയരമായിരുന്നു, ഇപ്പോൾ കുറച്ച് കൂടിയില്ല. ഒരുപക്ഷെ ഇതൊക്കെ കൊണ്ടായിരിക്കാം ആ എവറസ്റ്റിൻ്റെ ഉയരം കുറച്ചൊക്കെ കൂടി വരുന്നത്. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കുക, നമ്മൾ ഈ പറയുന്ന ഇന്ത്യൻ ഫലകം, യൂറേഷ്യൻ ഫലകം, ഈ 2 ഫലകങ്ങളും തമ്മിൽ എന്ത് ചെയ്യുന്നു, കൂട്ടിമുട്ടുന്നു. എന്ത്, ഈ ചലനത്തിൻ്റെ ഒക്കെ ഫലം. ഇവ ഈ പറയുന്ന അസ്തനോസ്ഫിയറിൻ്റെ മുകളിലൂടെ ചലിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അതിനിടയിൽ ഒരു നദി ഉണ്ടായിരുന്നു, അതാണ് ടെതീസ്. ആ ടെതീസിൻ്റെ അടുത്തട്ടപ്പോൾ ഇങ്ങനെ സമ്മർദ്ദ ഫലമായിട്ട് പൊന്തി വന്ന് അങ്ങനെ രൂപം കൊണ്ടതാണ് നമ്മൾ ഇന്ന് കാണുന്ന ഹിമാലയം എന്ന് പറയുന്ന മടക്ക് പർവ്വതം എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്ത എന്താണ് ഇവിടെ പറയുന്നത്, ഏകദേശം 150-160 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഉപദ്വീപ ഇന്ത്യയും ആസ്ട്രേലിയൻ വൻകരയും ഉൾപ്പെടുന്ന ഇന്ത്യൻ ഫലകത്തിന്റെ സ്ഥാനം ദക്ഷിണാർദ്ധ ഗോളത്തിലായിരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമുക്ക് നമ്മുടെ പഠിക്കാറുള്ളതാണ് ഈ ഉത്തരാർദ്ധ ഗോളവും ദക്ഷിണാർദ്ധ ഗോളവും. അത് നമ്മളിപ്പോൾ ഒരു ഗ്ലോബ് വരയ്ക്കുകയാണെങ്കിൽ ഈ 0 ഡിഗ്രി അക്ഷാംശത്തിന് താഴെ ദക്ഷിണാർദ്ധ ഗോളമെന്നും 0 ഡിഗ്രി അക്ഷാംശത്തിന് മുകളിലായിട്ട് വരുന്നത് ഏതാണ്, ഉത്തരാർദ്ധ ഗോളം എന്നും നമുക്കറിയാം. അപ്പോൾ ഒരു 150-160 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ ഇന്ത്യൻ ഫലകം എന്ന് പറയുന്നത് ഈ ദക്ഷിണാർദ്ധ ഗോളത്തിലായിരുന്നു സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യൻ ഫലകം എവിടെയായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത്, ദക്ഷിണാർദ്ധ ഗോളത്തിലാണ് സ്ഥിതി ചെയ്തിരുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ അതിലെന്തൊക്കെ ഉൾപ്പെട്ടിരുന്നു, ഈ ഉപദ്വീപ ഇന്ത്യയും ആസ്ട്രേലിയൻ വൻകരയും ഉൾപ്പെട്ടു. നമ്മളിപ്പോൾ ഇന്ത്യയുടെ ഉപദ്വീപ് പറയില്ല, ആ വി ഷേപ്പ് 150 വർഷങ്ങൾക്ക് മുമ്പ് എവിടെയായിരുന്നു, ദക്ഷിണാർദ്ധ ഗോളത്തിലായിരുന്നു. ഇപ്പോൾ നമ്മൾ കാണുമ്പോഴുള്ള ഇത് ഇന്ത്യ ആയിരുന്നില്ല. അന്ന് എന്താണ് ഈ പറയുന്നത്, ദക്ഷിണാർദ്ധ ഗോളത്തിൽ സ്ഥിതി ചെയ്യായിരുന്നു. ആ വി ഷേപ്പിന് മുകളിലുള്ള ഭാഗം എവിടെയായിരുന്നു, ഉത്തരാർദ്ധ ഗോളത്തിലായിരുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ അങ്ങനെ ഇത് രണ്ടും കൂടെ കൂട്ടിമുട്ടി, ഈ ഇന്ത്യൻ ഫലകവും യൂറേഷ്യൻ ഫലവും അങ്ങനെ കുറേ കാലങ്ങൾ ഇങ്ങനെ ചലിച്ച് കൂട്ടിമുട്ടി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, ഇവ രണ്ടും എങ്ങോട്ട് വന്നു, ഈ പറയുന്ന ഈ ഉപദ്വീപീയ പോർഷൻ്റെ ഭാഗമില്ലേ അതെങ്ങോട്ട് വന്നു, ഈ പറയുന്ന ഉത്തരാർദ്ധ ഗോളത്തിൻ്റെ ഭാഗത്തേക്ക് വരികയും ഇത് രണ്ടും കൂടെ കൂട്ടിമുട്ടി അതിനിടയിലുള്ള തെതീസ് ഒന്തി വന്നിട്ട് എന്തായിട്ട് മാറി, ഹിമാലയമായിട്ട് മാറുകയും ചെയ്തു. നോക്കുക, പിന്നീട് ഇത് വടക്കോട്ട് നീങ്ങി, ഈ പറയുന്ന ഇന്ത്യൻ ഫലകം വടക്കോട്ട് നീങ്ങി യൂറേഷ്യൻ ഫലകത്തിനടുത്ത് വന്നപ്പോൾ ഈ 2 ഫലകങ്ങളും ഇടയിൽ നിലകൊണ്ടിരുന്ന ടെതീസ് സമുദ്രത്തിന്റെ അടിത്തട്ട് മടങ്ങി ഉയർന്നു വരാൻ തുടങ്ങി. അങ്ങനെയാണ് എന്ത് രൂപം കൊണ്ടത്, ഹിമാലയ പർവ്വതം രൂപം കൊണ്ടത് എന്ന കാര്യം ഓർക്കുക. ഹിമാലയ പർവ്വതം രൂപം കൊണ്ടത് എന്ന കാര്യം ഓർത്തിരിക്കുക. അതാണ് ഇവിടെ ഈ ഒരു ചിത്രത്തിലൂടെ അത് കൃത്യമായിട്ട് കാണിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് അവിടെ സംഭവിക്കുന്നതെന്ന് കൃത്യമായിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. എനിക്കൊരു ചിത്രം നോക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു അറിവിനുള്ളിൽ നിന്നാണ് ഞാനത് നിങ്ങളുടെ മുന്നിൽ പറഞ്ഞു തരുന്നത്. ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മുന്നിലേക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് കൃത്യമായിട്ട് ഈ സ്ക്രീനിൽ ഇത് വായിക്കാനൊക്കെ പറ്റുന്നുണ്ടാവും. അപ്പോൾ വായിച്ച് നിങ്ങളായിട്ടൊരു രീതിയിൽ എന്തെങ്കിലുമൊക്കെ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെയൊക്കെ ഷെയർ ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മളെന്തായാലും PSC പരീക്ഷയ്ക്ക് ഈ പറയുന്ന SCRT ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ചോദ്യങ്ങൾ വരികയാണെങ്കിൽ ഈ പറഞ്ഞ പോയിന്റുകൾ, ഇവിടെ നമ്മൾ എഴുതി കാണിക്കുന്ന പോയിന്റുകളിൽ ഈ ടെക്സ്റ്റ് ബുക്കിൽ അതിൽ നിന്ന് തന്നെ ആയിരിക്കും ചോദ്യകർത്താവ് ചോദ്യം ഇടുക. അപ്പോൾ അതുകൊണ്ട് ആ കാര്യങ്ങൾ മനസ്സിൽ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ മനസ്സിലാക്കി വെക്കാൻ വേണ്ടി ശ്രമിക്കണം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. അടുത്ത ക്ലാസ് കാണാം. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നമ്മുടെ SCRT ടെക്സ്റ്റ് ബുക്കിലെ 9ാം ക്ലാസ്സിലെ പുതിയ ടെക്സ്റ്റ് ബുക്കാണ് സാമൂഹ്യശാസ്ത്രം, അതായത് ജോഗ്രഫിയുടെ 1ാമത്തെ പാർട്ടിൽ
ഒന്നാമത്തെ ചാപ്റ്ററാണ്. അപ്പോൾ നമ്മൾ ആ ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്നാണ് പഠിച്ചു തുടങ്ങിയത്. അപ്പോൾ നമുക്ക് പാർട്സ് ആയിട്ട് നമുക്ക് ഇനി കുറച്ച് പഠിക്കാം. അതിനോടൊപ്പം തന്നെ നമ്മളെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ പ്ലസ് എക്സ്ട്രാ ഫാക്ട് എന്ന് പറയുന്ന ക്ലാസ്സും ഇതിനോടൊപ്പം കൊണ്ടുപോകും. അപ്പോൾ ഈ 2 ക്ലാസ്സിലൂടെയൊക്കെ ആയിട്ട് നമുക്ക് IASന് വേണ്ടി തയ്യാറെടുക്കാം. അപ്പോൾ നിങ്ങളും തയ്യാറെടുക്കണം. നിങ്ങളായ രീതിയിൽ നിങ്ങളും പഠിക്കുക. അപ്പോൾ എനിക്ക് എൻ്റെ രീതിയിൽ എനിക്ക് പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ, അറിവുകൾ, എൻ്റെ കയ്യിലുള്ള ചെറിയ അറിവുകൾ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഷെയർ ചെയ്യും. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള എന്തെങ്കിലും അറിവുകളുണ്ടെങ്കിൽ നിങ്ങൾക്കും കമൻറ്റ് ബോക്സിലൂടെയൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാവുന്നതാണ്. കാരണം അറിവുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോഴായിരിക്കും നമ്മുടെ മനസ്സിനുള്ളിൽ അത് പതിക്കുക. അപ്പോൾ അടുത്തൊരു ക്ലാസ് കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.